എല്ലാവർക്കും നമസ്കാരം. ബിബ്ലിക്കൽ ക്രിസ്ത്യൻ എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച് നിർത്തി ഒരു ദൈവപൈതലിൻ്റെ പ്രാർത്ഥന അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ സംസാരിച്ചു അല്ലേ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മൾ യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നുള്ളൊരു സബ്ജക്റ്റാണ് ദൈവം നമ്മളോട് സംസാരിച്ചത് അല്ലേ. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥന എന്തായിരിക്കണം? നമ്മളുടെ പ്രാർത്ഥന യാചനാരൂപത്തിലായിരിക്കണം എന്നുള്ളത് ദൈവം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ അന്വേഷിക്കുവിൻ കണ്ടെത്തുവിൻ, അന്വേഷിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്വേഷിക്കുവിൻ കണ്ടെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തുമെന്ന് പറയുന്നതിൽ എന്താണ് അതിനകത്ത് അർത്ഥമാക്കുന്നത്? നമ്മൾക്കറിയാം, നമ്മൾ ചെയ്യേണ്ടത്, അതായത് ഈ ലോക ജീവിതത്തിൽ നമ്മൾക്ക് ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ടല്ലേ, അതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ ആ ഒരു ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മളുടെ ഒരു യാചന നമ്മൾ കഴിക്കുവാൻ വേണ്ടിയിട്ട്. ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യും, ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. എഞ്ചിനീയറിങ് കഴിഞ്ഞു, അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു ജോലിക്ക് വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ ചുമ്മാ ഇരുന്നാൽ നമ്മൾക്ക് ജോലി കിട്ടുമോ? ഇല്ല അല്ലേ. നമ്മൾക്ക് ഇങ്ങോട്ട് ആരും ജോലി കൊണ്ട് തരത്തില്ല. കാരണം കമ്പനിക്കാർക്ക് അറിയത്തില്ലല്ലോ നമ്മളിങ്ങനെ എഞ്ചിനീയറിംഗ് പാസ്സായി ഇങ്ങനെ വീട്ടിൽ കയ്യും കെട്ടിയിരിക്കുവാന്ന് അവർക്ക് അറിഞ്ഞുകൂടാ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇറങ്ങി അന്വേഷിക്കണം. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ദൈവം നമ്മൾക്കത് തരുവാനിടയായിത്തീരും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് യാചിക്കണം. യാചിച്ചിട്ട് നമ്മൾ അന്വേഷിക്കുവാൻ ഇറങ്ങണം. അത് ഏത് വിഷയത്തിനാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാതെ കയ്യും കെട്ടിയിരുന്നിട്ട് എല്ലാം ഇങ്ങോട്ട് ലഭിക്കും എന്ന് നമ്മളുടെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക. അന്വേഷിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ മുട്ടേണ്ട പല വാതിലുകളുമുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ പല സ്ഥലത്തും പോയിട്ട് നമ്മൾ എന്താ പറയുക, ചില വാതിലുകളിൽ നമ്മൾ മുട്ടേണ്ടി വരും. അത് ദൈവത്തിൻ്റെ സന്നിധിയിലാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിനെ മുട്ടി വിളിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താ ദൈവത്തിന് കേൾക്കൂലേ, ദൈവത്തിന് കേൾക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല. അതിൻ്റെയൊക്കെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യുകയും കൂടെ വേണം എന്നുള്ളതാണ് നമ്മളെ ദൈവം പഠിപ്പിച്ചു തരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾക്കറിയാം, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ മറ്റൊരു കാര്യം കൂടെ കിടപ്പുണ്ട്. അത് എന്താണെന്നറിയാവോ? യേശു ക്രിസ്തുവും ശിഷ്യന്മാരും ഒക്കെ കൂടി ഇങ്ങനെ ഒരു പടകിലിങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തു അവിടെ കിടന്ന് ആ പടകിൽ അങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറങ്ങിപ്പോയപ്പോൾ കടലിൻ്റെ നടുക്കെത്തിയപ്പോഴേക്ക് എന്ത് സംഭവിച്ചു? വലിയ എന്താ പറയുക, ഓളങ്ങളും തിരമാലുകളും ഒക്കെ വന്ന് പടകിനെ മുക്കിക്കളയുമെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. അപ്പോഴും എന്താണ്? ഒരാളറിയുന്നില്ല ആരാണ്. യേശു ക്രിസ്തു അവിടെ കിടന്ന് അമരത്ത് കിടന്ന് ഉറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്തു? വേഗം യേശുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ആശങ്കയൊന്നുമില്ലേ? ഇപ്പോൾ ഇവിടെ പടക് മുങ്ങാറാകുമ്പോഴാണോ കിടന്ന് ഉറങ്ങുന്നത്? എഴുന്നേറ്റ് ഞങ്ങളെ രക്ഷിക്കുക, അങ്ങേയും രക്ഷിക്കുക എന്നിങ്ങനെ യേശു ക്രിസ്തുവിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുവാൻ ഇടയായി തീർന്നു അല്ലേ. അപ്പോൾ എഴുന്നേറ്റ് പാടെ യേശു ക്രിസ്തു എന്താ ചെയ്തേ? കാറ്റിനെയും കടലിനെയും ഒക്കെ ശാസിച്ചു അല്ലേ. അതിനെ ശാസിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അതൊക്കെ ശാന്തമായി. അപ്പോൾ എന്ത് ചെയ്തു? അവരെ അതിശയിച്ചു പോയി. എൻ്റെ കാറ്റും കടലും പോലും എന്താണ് ഇവനെ അനുസരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവർക്കങ്ങ് ആശ്ചര്യമാകത്തക്കവണ്ണം ദൈവപ്രവർത്തി അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾക്ക് പലർക്കും ഒരു സംശയം വരാം അല്ലേ. അതെന്തുകൊണ്ടാണ്? യേശുക്രിസ്തു അറിഞ്ഞില്ലേ? പുള്ളി കിടന്ന് ഉറങ്ങുമായിരുന്നല്ലോ, അറിഞ്ഞില്ലേ? ഇതെന്താ ശിഷ്യന്മാർ വിളിച്ച് എഴുന്നേൽപ്പിക്കേണ്ടി വന്നല്ലോ? ഇത്രയും കാറ്റും കോളും ഉണ്ടായിട്ടും യേശുക്രിസ്തു അറിഞ്ഞില്ലേ എന്നുള്ള കാര്യം ചോദിച്ചു അല്ലേ. എന്നുള്ള കാര്യം അവർ പോലും ചോദിച്ചു പോയി. അപ്പോൾ നമ്മളുടെ ഉള്ളിലും ആ ഒരു ഡൗട്ട് വരാം. അതിനകത്ത് 2 ഉത്തരം കിടപ്പുണ്ട് കേട്ടോ. ഒന്ന്, യേശുക്രിസ്തു അവിടെ ഉറങ്ങുകയായിരുന്നു എന്ന് ചോദിച്ചാൽ ഉറങ്ങുകയല്ലായിരുന്നു എന്നാണ് എനിക്കതിനകത്തുനിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം. കാരണം യേശുക്രിസ്തു അവിടെ ആത്മാവിൽ ജാഗരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നിരിക്കാം. കാരണം അതിൻ്റെ ശേഷം ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ ഉറക്കത്തെ എന്തിനെയാണ് കാണിക്കുന്നത്? നമ്മൾക്കറിയാം, നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം നമ്മൾ യേശുക്രിസ്തുവായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ശിഷ്യന്മാരവിടെ യേശുക്രിസ്തുവിനോട് വർത്താനം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നെങ്കിൽ പുള്ളി ഉറങ്ങത്തുണ്ടായിരുന്നില്ല അല്ലേ. ദൈവം അവിടെ ഉറങ്ങത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇരുന്നത് കൊണ്ടായിരിക്കാം ദൈവം ചിലപ്പോൾ അവിടെ ഉറങ്ങിപ്പോയത്. ഇതൊക്കെ എൻ്റെ ചിന്തകളാണ്. അപ്പോൾ ഉറങ്ങിപ്പോയത്. അപ്പോൾ നമ്മളേക്ക് ഇത് തരുന്ന പാഠം എന്താണ്? നമ്മൾ നിരന്തരമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ ദൈവം നമ്മളെ മറക്കുന്ന ദൈവമൊന്നുമല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനും ശേഷമുള്ള വചനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ.
ഒരു നീതിരഹിതനായ ഒരു ന്യായാധിപൻ ഒരു സ്ത്രീക്ക് നീതി നടത്തി കൊടുത്തതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവൾ പലപ്പോഴും ചെന്ന് മുട്ടിയിട്ട് അവസാനം അദ്ദേഹം എന്ത് ചെയ്തു, ഈ സ്ത്രീ എന്നെ അസഹ്യപ്പെടുത്തുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടിയിട്ട് കാര്യം നടത്തി കൊടുത്ത ഒരു നീതിരഹിതനായ ന്യായാധിപൻ്റെ ഒരു ഉപമ ദൈവം പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്, ആ നീതിരഹിതനായ ന്യായാധിപൻ ആ വിധവയ്ക്ക് അങ്ങനെ ഒരു നീതി നടത്തി കൊടുത്തു എങ്കിൽ തന്നെ നിരന്തരം വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് അതിലും എത്ര അധികമായിട്ട് ദൈവം ചെയ്തു കൊടുക്കും എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ദൈവം നമ്മൾക്ക് എന്ത് തരും, നീതി നടത്തി തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഇതിലൂടെയൊക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ചോദിച്ചിട്ട് നമ്മൾ വിടുവാനല്ല, നമ്മളത് എപ്പോഴും ദൈവത്തോട് നമ്മൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ദൈവം എന്ത് ചെയ്യും, നമ്മൾക്കത് നിറവേറ്റി തരുവാൻ ഇടയായി തീരും എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾക്ക് ദൈവം മനസ്സിലാക്കി തരുന്നൊരു കാര്യം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഉറക്കത്തെ കാണിക്കുന്നത് അവിടെ. അതാണ് ഉറങ്ങിയിരിക്കുന്ന ദൈവത്തെ വിളിച്ചിട്ട് നമ്മളുടെ അവസ്ഥ പറഞ്ഞു, അവരുടെ അവസ്ഥ പറഞ്ഞു അല്ലേ. അവസ്ഥ പറഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു, ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ അതിന് പരിഹാരം കൊടുക്കുവാനിടയായി തീർന്നു. അതല്ലായിരുന്നുവെങ്കിലോ ഇവർ മിണ്ടാതിരിക്കുമായിരുന്നെങ്കിൽ അവർ കുറേയും കൂടെ എന്താണ് ആ ഒരു പ്രശ്നത്തിൽ തന്നെ അവരങ്ങനെ കുടുങ്ങിക്കിടക്കുമായിരുന്നു അല്ലേ. ആ ഒരു കാറ്റും തിരമാലയും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവർ ഭയപ്പെട്ട് അവിടെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇവർക്കൊരു സൊല്യൂഷൻ കിട്ടിയത് എവിടെ നിന്നാണ്, ഇവർ വേഗം യേശുവിനെ വിളിച്ച് ഉണർത്തിയപ്പോഴാണ് ഇവരുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കിട്ടിയത്. അതുപോലെ നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കുഴഞ്ഞ വിഷയങ്ങളിലൂടെ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെ നമ്മളുടെ ജീവിത പടകിന് നേരെ ഇങ്ങനെ കാറ്റും കോളും തിരമാലകളും ഒക്കെ ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കും അല്ലേ. ചിലപ്പോൾ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളായിരിക്കും. ആ വിഷയങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ നോക്കി പകച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ അതിനെ നോക്കി നമ്മൾ വ്യാകുലപ്പെടുകയോ അല്ലെങ്കിൽ അതിനെ നോക്കി നമ്മൾ വിഷമിച്ച് നിന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം അവിടെ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അത്രയും ശക്തമായ വിഷയങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മൾ ദൈവത്തെ വിളിക്കണം. ദൈവത്തെ വിളിച്ച് നമ്മൾ എഴുന്നേൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ വിഷയം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് കഴിയുമ്പോൾ അത് എത്ര വലിയ കാറ്റാണെങ്കിലും എത്ര വലിയ കൊടുങ്കാറ്റാണെങ്കിലും അതിനെ ഒരൊറ്റ വാക്കുകൊണ്ട് ശാസിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മളുടെ പടകിൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നത്, നമ്മളുടെ ജീവിത പടകിൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ, നമ്മളുടെ ജീവിതത്തിനെതിരെ വിഷയങ്ങൾ ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മാറി പല വിഷയങ്ങളിലേക്ക് നമ്മളുടെ ജീവിതത്തെ ഇങ്ങനെ വലിച്ചിഴച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രാർത്ഥന വിട്ടുപോകരുത്, പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. നമ്മൾ എന്ത് ചെയ്യണം, നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അടുത്ത ഒരു കാര്യം അതിനകത്ത് നമ്മൾ കാണുന്നത്, ഇവർ ആ പടകിൽ കയറിയുള്ള യാത്ര എങ്ങോട്ടായിരുന്നു, ഗദരദേശത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് അവർ പോവുകയായിരുന്നു. അവിടെ എന്തിനായിരുന്നു, അവിടെ ഒരു ഭൂതഗ്രസ്തനുണ്ടായിരുന്നു. ആ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുവാനായിട്ടാണ് ഇവിടെ നിന്ന് എങ്ങോട്ട് പോയത്, യാത്ര യേശുക്രിസ്തുവും ശിഷ്യന്മാരും കൂടെയുള്ള ആ യാത്ര പോകുന്നത് അങ്ങോട്ടാണ് അല്ലേ. ആ ഗദരദേശത്തേക്കാണ് അവർ യാത്ര തിരിച്ചിരിക്കുന്നത്. അവരുടെ യാത്രയുടെ ലക്ഷ്യം എന്തായിരുന്നു, ആ ഗദരദേശത്തുള്ള അവർ ആർക്കും അടക്കുവാൻ കഴിയാത്ത ആ ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ ദേശത്തിന് സമാധാനം കൊടുക്കുക എന്നുള്ളതായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ആ ഒരു യാത്രയുടെ ലക്ഷ്യം. അപ്പോൾ ഈ കാറ്റും കോളും എവിടെ നിന്നാണ് വന്നത്, അത് ആരറിഞ്ഞിട്ടുണ്ട്, ആ പൈശാചിക മണ്ഡലം അറിഞ്ഞു. ഏത് പൈശാചിക മണ്ഡലം, ആ ഗദരദേശത്തെ ഭൂതഗ്രസ്തനിലുള്ള പൈശാചിക മണ്ഡലം അറിഞ്ഞു. എന്ത്, യേശുക്രിസ്തു അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് വെച്ചാൽ പിശാചിൻ്റെ മേലെ അധികാരമുള്ളവൻ വരുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ എന്ത് സംഭവിച്ചു, ആ ഗദരദേശത്തെ ഭൂതഗ്രസ്തനിലുള്ള ഭൂതത്തിന് മനസ്സിലായി അധികാരമുള്ളവൻ വരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചിരിക്കുകയാണ്, അപ്പോൾ ഈ പൊട്ടബുദ്ധിയാണല്ലോ, പിശാചിന് പൊട്ടബുദ്ധിയാണ് കേട്ടോ. അതുകൊണ്ട് പിശാച് എന്ത് വിചാരിച്ചു, പിശാച് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തെ എനിക്കങ്ങ് തകർക്കാൻ കഴിയുമെന്നുള്ളൊരു ചിന്തയാണ്, ആ ഒരു മൂഢചിന്തയാണ് ഇപ്പോഴും പിശാചിനുള്ളത്. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്തു, ആ ദൈവത്തെ അങ്ങ് തകർത്ത് കളയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഈ കാറ്റും കോളും ഒക്കെ കൂടെ ഇവിടെ അങ്ങ് ഉണ്ടായത് കേട്ടോ. പക്ഷേ അവിടെ എന്ത് സംഭവിച്ചിരിക്കുകയാണ്, ദൈവം അതിനെ അങ്ങ് ശാസിച്ചിട്ട്, ദൈവം നമ്മൾക്കറിയാം ഗദരദേശത്ത് പോയി അവിടെ ആ ഭൂതഗ്രസ്തനെ സൗഖ്യപ്പെടുത്തിയതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ പ്രാർത്ഥന നമ്മൾ വിചാരിക്കുകയോ നമ്മുടെ പ്രാർത്ഥന ഇത്ര ശക്തമായിട്ടും എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങൾ ഇങ്ങനെയും കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സമാധാന വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമാധാനത്തെ വീണ്ടും തല്ലിക്കെടുത്തുന്ന ഒരു സംഭവമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ വിഷയത്തിന് എന്തായി, ആ വിഷയത്തിന് മറുപടി ലഭിക്കാൻ പോവുകയാണ്. ആ വിഷയത്തിന് മറുപടി ലഭിക്കും എന്നുള്ളത് ആര് മനസ്സിലാക്കി, പൈശാചിക മണ്ഡലം മനസ്സിലാക്കിയപ്പോഴാണ്
ഇവിടെ ആ ഒരു കാറ്റും കോളുമിട്ട് അങ്ങോട്ട് ദൈവം സഞ്ചരിച്ച ആ ഒരു പടകിനെ തകർത്ത് കളയാൻ നോക്കിയത്. അതുപോലെ നമ്മളുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ആകുമ്പോഴായിരിക്കും കേട്ടോ ഈ കാറ്റും കോളും ഒക്കെ ഒന്നും കൂടെ ശക്തി പ്രാപിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. പക്ഷേ അവിടെ എന്താണ്, നമ്മളുടെ ജീവിത പടകിൽ ആരുണ്ട്? ദൈവമുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കും. നമ്മൾ അവിടെ വെച്ച് നിർത്തരുത്. കാരണം ഈ നമ്മളുടെ വിടുതൽ അടുക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ പോകുമ്പോഴാണ് ഈ വല്ലാതെ ഈ പൈശാചിക മണ്ഡലം അങ്ങ് എഴുന്നേറ്റ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. കാരണം അവൻ്റെ സമയമായി, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വിഷയത്തിന് പരിഹാരം ലഭിക്കേണ്ട സമയമായി കഴിയുമ്പോഴാണ് ഈ ഒന്നും കൂടെ വിഷയങ്ങൾ കൂടി വരുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം. അല്ലാതെ നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകരുത്. പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആ വിഷയത്തിൻ്റെ വിടുതൽ വീണ്ടും നീണ്ടു പോകാനുള്ള ചാൻസ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഒരു വിഷയത്തിൻ്റെ മറുപടി വരാൻ പോകുന്നത് കൊണ്ടാണ് ഈ കാറ്റും കോളും വല്ലാതെ ആഞ്ഞടിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഏത് വിഷയത്തിന്മേലാണോ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിന്മേൽ വീണ്ടും വീണ്ടും വിഷയങ്ങൾ അല്ലെങ്കിൽ കുരുക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓർത്തോണം, എന്ത് സംഭവിക്കുകയാണ്? ആ വിഷയത്തിനുള്ള വിടുതലിൻ്റെ സമയം അടുത്തു. ആ വിഷയത്തിൻ്റെ വിടുതലിൻ്റെ സമയം അടുത്തത് കൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? നമ്മൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നു എന്ന് നമ്മൾക്ക് തോന്നുന്നത്. പക്ഷേ ദൈവത്തിന് എന്തറിയാം? ആ പ്രശ്നം അവിടെ വഷളാകുകയല്ല, അത് അവസാനിക്കാൻ പോവുകയാണെന്നുള്ളത് അരുമനാഥന് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പ്രാർത്ഥന നമ്മൾ കുറയ്ക്കരുത്. നമ്മൾ പ്രാർത്ഥന വീണ്ടും പ്രാർത്ഥനയിൽ നമ്മൾ ശക്തിപ്പെടുക തന്നെ വേണം എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതാണ് ഈ പടകിൻ്റെ നേരെ ആഞ്ഞടിച്ച കാറ്റും കൊടുങ്കാറ്റും ഒക്കെ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു സന്ദേശം എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനയും എന്താ പറയുക, പ്രാർത്ഥനയുടെ വിവിധ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വീണ്ടും വരുന്ന എപ്പിസോഡുകളിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ വേറെ വേറെ എപ്പിസോഡുകളായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് യാചിക്കുക. ഒന്ന്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. വിഷയത്തിൻ്റെ മറുപടി ലഭിക്കുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ പ്രാർത്ഥനയുടെ മറുപടി നമ്മൾക്ക് കിട്ടുവാൻ സമയമായി എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളാണ് എന്ത് സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ കൂടുതൽ ആ വിഷയം വഷളാകുകയാണ് എന്ന് നമ്മൾക്ക് ബോധ്യമാകുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ആ വിഷയത്തിന് എന്ത് സംഭവിക്കാൻ പോവുകയാണ്? അതിൻ്റെ മറുപടി ലഭിക്കുവാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആ വിഷയത്തിന്മേൽ വിടുതൽ ലഭിക്കുവാൻ പോകുകയാണ് എന്നുള്ള ഒരു ആത്മീയ മർമ്മം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള കാര്യവും കൂടെ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ്. ഓർക്കുക, പ്രാർത്ഥന കൊണ്ടല്ലാതെ നമ്മൾക്ക് ഈ ലോക ജീവിതത്തിൽ നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. പ്രത്യേകിച്ച് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അത് മുറിഞ്ഞു പോകരുത്. മുറിഞ്ഞു പോയി കഴിയുമ്പോൾ ആ ബന്ധം വിട്ടുപോകുവാൻ ഇടയായിത്തീരും എന്നുള്ള കാര്യം ഓർക്കുക. കാരണം നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കണം. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ, നമ്മളുടെ ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ദൈവത്തെയും ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കണ്ടെത്തും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യാചിക്കുക, പ്രാർത്ഥന കുറയ്ക്കാതിരിക്കുക, മറുപടി വരും നിശ്ചയം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.